അങ്ങനെ എൻ്റെ 21ാമത്തെ വയസ്സിൽ ഞാൻ ആ കൊലപാതകം ചെയ്തു ഗൈസ്. യെസ്, എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കൊലപാതകമാണ് അത്. അപ്പം ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ആദ്യം ഇത് ഞാൻ തന്നെ ആണോ എന്ന് ഞാൻ അന്ന് വിട്ടുപോയി. യെസ്, എൻ്റെ വയർ അത്രയും ചാടിയിട്ടുണ്ട്. കണ്ടാൽ ഇപ്പോൾ ഏകദേശം ഒരു മാസം 2 മാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്കറിയില്ല കേട്ടോ, ഞാൻ നേരിട്ട് അങ്ങനെ 1 മാസം 2 മാസമായ ഗർഭിണികളെ അങ്ങനെ കണ്ടുള്ള ഓർമ്മ എനിക്കില്ല. എന്നാലും നന്നായിട്ട് വയറ് ചാടിയിട്ടുണ്ട്. അപ്പോൾ കൊന്നത് വേറെ ആരെയല്ല, നമ്മുടെ ഈച്ചേനാണ്. കിടക്കുന്നുണ്ടല്ലോ അവൻ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്ന് പറയുമ്പോഴാണ് കിടക്കുന്നത്. എന്തിനാ കൊന്നേന്നറിയോ? ഞാൻ രാവിലെ കൈ മുറിഞ്ഞിരുന്നിട്ടും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച് ചിക്കൻ കറിയിൽ കയറി മുട്ടയിട്ട് വെച്ചിരിക്കുന്നു. ഞാൻ എത്ര അടച്ചു വെച്ചിട്ട് പോയതാണെന്നറിയോ? ഈ കോപ്പ് മുട്ടയിടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നാലും ഇതിൽ കൂടെ തോന്നി കയറി മുട്ടയിട്ടു. പിന്നെ എനിക്ക് വിശന്നതിനപ്പോഴത്തേക്ക് ഞാൻ ഇന്ന് വാങ്ങിച്ചിട്ട് വന്നു ചോക്കോബാർ എടുത്ത് കഴിക്കാൻ വേണ്ടി പോയി. ചോക്കോബാർ കഴിക്കാൻ പോയി. പിന്നെ അങ്ങനെ കഴിക്കലായി പറക്കലായി ഒക്കെ. പക്ഷേ നമ്മൾ കഥയിൽ നിന്ന് തന്നെ മാറിപ്പോയി. പണ്ട് മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈച്ചേനെ കൊല്ലണം എന്നുള്ളത്. അതെന്താണെങ്കിലും ഇപ്പം നടന്നു. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. പിന്നെ ഇത് നമ്മളെല്ലാവരും ഒരു പ്രാവശ്യങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും. കണ്ണടച്ച് സ്ക്രോൾ ചെയ്ത് ഏതാണോ ആദ്യം വരുന്നത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ തൊടുന്നത് അത് സെലക്ട് ചെയ്യും. അങ്ങനെ ഞാൻ 15 മിനിറ്റ് കൊണ്ട് ഡിയർ കോമ്രേഡും കണ്ട് എൻ്റെ ചോക്കോബാറും കഴിച്ചു തീർത്തു.